കാശ്മീരിൽ ട്രിപ്പ് പോയപ്പോൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു നാരനാഥ് എന്ന് പറയുന്ന സ്ഥലം. ഒരു വില്ലേജാണ്, ഉള്ളിലേക്ക് പോയിട്ടാണ്. ശ്രീനഗറിലേക്ക് ഒത്തിരി ലോങ് അവേഴ്സ് ട്രാവൽ ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ ഒരു ഹോൾട്ട് ഉണ്ടായിരുന്നു. പക്ക വില്ലേജ് അവിടെ. അപ്പം നമുക്ക് അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്ത കാരണം പ്രകൃതിയൊന്നും അങ്ങനെ വൃത്തികേടാക്കുകയൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് അക്കോമഡേഷനിൽ നിന്ന് കുറച്ച് ഇറങ്ങി നമ്മൾ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റിയത്. ടൂർ ഓപ്പറേറ്റർ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലമാണ്, നിങ്ങൾക്ക് അവിടെ എൻജോയ് ചെയ്യാനൊന്നും അധികം ഇല്ല എങ്കിലും ഒരു ദിവസം നിങ്ങൾ അവിടെ താമസിച്ചേ മതിയാവും, അല്ലെങ്കിൽ ലോങ് ജേർണി ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ നിന്ന് പോരാനേ തോന്നില്ല. അത്രയും ഭംഗിയും അതുപോലെ അത്രയും വാം വെൽക്കമായിരുന്നു ആ വില്ലേജിലുള്ള എല്ലാവരും. പ്രകൃതി എന്ന് പറയുമ്പോൾ ചുറ്റും മലകൾ, മരങ്ങൾ നിറച്ച് പച്ചപ്പ്, അതിൻ്റെ നടുക്കോടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ നല്ല ശബ്ദവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഇതിലേക്ക് ഇറങ്ങി കുളിച്ചാലോ അല്ലെങ്കിൽ കൈ കാലൊക്കെ ഇട്ടാലോ എന്നൊക്കെ നമ്മൾക്ക് ആഗ്രഹം വരും. പക്ഷേ ഒരു മിനിറ്റ് പോലും നമുക്ക് അതിലേക്ക് കയ്യോ കാലോ ഒന്നും വെക്കാൻ പറ്റില്ല. കാരണം തണുപ്പാണ്. മൗണ്ടനിൽ നിന്നുള്ള സ്നോ ഉരുകിയിട്ടാണ്, മഞ്ഞുരുകിയിട്ടാണ് ഈ വെള്ളം വരുന്നത്. അവിടെ ചുറ്റിലും ഇതുപോലെയുള്ള മഞ്ഞ പൂക്കൾ മൊബൈൽ കുത്തിയിരിക്കാന്ന് വിചാരിച്ചാൽ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. കാണാനിറങ്ങിയതാണ്, ചുറ്റുപ്രദേശമൊക്കെ ഒന്ന് കാണാനിറങ്ങിയതാണ്. അപ്പോൾ അവിടുത്തെ വില്ലേജേഴ്സിനെ പരിചയപ്പെടാൻ ഇടയുണ്ടായി. അപ്പോൾ ഇവരെന്ന് പറയുന്നത് അവിടെ വന്ന് താമസിക്കുന്നതാണ്. കുറച്ച് ഒരു 2-3 മാസത്തേക്ക് അവരൊക്കെ കുറേ ആടുകളും പശുക്കളും ഒക്കെ ഉണ്ട്. അവരങ്ങനെ തിന്നാനായിട്ട് അഴിച്ചുവിടും. അപ്പോൾ ഈ അടുത്തുള്ള കാടുകളിലൊക്കെ പോയി അവർ തിന്ന് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞ് ഇതൊരു ടെമ്പററി വീടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് പോകും. അവിടെ കുറച്ച് പേര് ടെൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആ റിബണ്ട് അടുത്ത് എത്തി കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിന്നോളാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഓക്കെ അന്ന് തീ കായാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി ആൾ ചായയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് സെർവ് ചെയ്തു. ആ പയ്യൻ തന്നെയാണ് ഞങ്ങൾക്ക് ഭക്ഷണം കുക്ക് ചെയ്ത് തന്നതും അതുപോലെ റൂം എല്ലാം നീറ്റാക്കി തരുന്നത്. അവനായിരുന്നു അവിടെ ടേക്ക് കെയർ ചെയ്തത് നമ്മളെ. ഞങ്ങൾ താമസിച്ചിരുന്ന ആ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ചെറിയ വീടുകളും. അതുപോലെ ഈ ബാക്കിലേക്ക് ഞാനൊന്ന് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിറയെ കൃഷിയാണ്. അതുപോലെ തന്നെ പല ആപ്പിള്, വാൾനട്ട്, പിന്നെ പല രീതിയിലുള്ള കൃഷികൾ, ഫ്രൂട്ട്സുകളൊക്കെ കാണാനായിട്ട് പറ്റും. ചെറിയ ചെറിയ വീടുകളുമാണ്. പിന്നെ ഞങ്ങൾ വില്ലേജ് വിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല വാൾനട്ട് അത് കൃഷി ചെയ്യുന്ന വീടുകളിൽ നിന്ന് തന്നെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ഈ വില്ലേജിൽ ചെന്നപ്പോൾ പല വീടുകളും ചോദിച്ചു, പക്ഷേ അവർക്കൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു വീട്ടിൽ കയറ്റി. അപ്പോഴാണ് ആ ഒരു സിറ്റിയിലുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ ആ വീടുകൾ അതൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവർക്ക് നമ്മുടെ വീട് പോലെ തന്നെ, പക്ഷേ ഇരിക്കാനായിട്ട് സെറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളില്ല. ഇവൻ കിടക്കുന്നത് പോലും അവർ തറയിൽ ബെഡ് വിരിച്ചിട്ടാണ്, അല്ലാതെ കട്ടിലൊന്നുമില്ല. ഇവിടെ ഫേമസ് ട്രക്കിങ്ങിനാണ്. ഞങ്ങളവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഈ പയ്യനാണ് ഞങ്ങളെ എല്ലായിടത്തും കൊണ്ട് നടന്ന് കാണിച്ചതൊക്കെ ചെയ്ത്. അവൻ്റെ പേര് കബീർ എന്നാണ്. അപ്പോൾ അവൻ ഒരു 6 days പാക്കേജ് അവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത പിക്ചേഴ്സാണിത്. അപ്പോൾ മൗണ്ടന് അപ്പുറം വാലി ഉണ്ട്, ലേക്ക് ഉണ്ട്, അതുപോലെ ഗ്ലേഷ്യർ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ അവിടെ നിന്നുള്ള പിക്ചേഴ്സാണ്. അപ്പോൾ ശ്രീനഗറിൽ വന്നിട്ട് അവൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചു, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്നു പോകണം. കൂട്ടത്തിൽ കുതിരയുടെ പുറത്തായിരിക്കും ബാക്കി ഫുഡായാലും ബാക്കി കാര്യങ്ങൾ, ടെൻറ്റൊക്കെ കൊണ്ടുവരുന്നത് കുതിരപ്പുറത്തായിരിക്കും. കബീറിൻ്റെ നമ്പർ ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കബീറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കണ്ടിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ട്രക്കിങ്ങിന് നടന്നു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്ര വലിയ ഡിഫിക്കൽട്ട് പാത്താണെന്ന് തോന്നിയില്ല. വീണ്ടും കാണാം. ബൈ.